2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് അത് അബാദ് പ്ലാസയിൽ, കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ പല നടന്മാർ, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ, ഭാമ എന്ന നടി, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ വന്നിട്ട് തന്നോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. ദിലീപും എൻ്റെ വിഷയത്തിൽ ഇടപെട്ടല്ലോ, അത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്, ദിലീപ് വലിയ അസംതൃപ്തനാണ്, ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് സിദ്ദിഖ് തന്നോട് പറഞ്ഞു എന്ന് ഈ നടി പറയുന്നുണ്ട്. ഭാമയും പിന്നീട് ഇക്കാര്യം ചോദിക്കുകയും ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മറ്റും ചെയ്തു. ദിലീപിനെ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്ന് തനിക്ക് ഇത്തരം കാര്യങ്ങൾ, തുടർച്ചയായി ഇത്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി എന്നാണ് നടി മൊഴിയായി നൽകിയത്. തുടർന്ന് ഒരു പ്രശ്നമുണ്ടായത് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ, അതിനുശേഷം പല സിനിമകളിലും തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നടി മൊഴി പറയുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ താൻ ഉറച്ചു നിൽക്കുകയും മഞ്ജുവിനോട് മറ്റൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുകയും മഞ്ജുവിനോട് ഈ കാര്യങ്ങൾ തിരുത്തി പറയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ശ്യാമപ്രസാദിൻ്റെ ഒരു സിനിമ, അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ്, തനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്, ഈ ശത്രുതയൊക്കെ ഒന്ന് പരിഹരിച്ച് പോയാൽ ഒരുപക്ഷെ ദിലീപുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് പറഞ്ഞു തീർത്താൽ തൻ്റെ കരിയറിന് അത് ഗുണം ചെയ്യും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിനെ ബന്ധപ്പെടുകയും തനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും തൻ്റെ സിനിമയിലെ ഭാവി വല്ലാത്ത രീതിയിൽ അപകടത്തിലാണ് എന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ഇടപെടാം എന്ന് ഇടവേള ബാബു പറയുകയും ചെയ്തു. ഒപ്പം ആ 2014-15 ഡക്കാൻ ക്രോണിക്കിൾ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖവും ഈ പറഞ്ഞ നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, തനിക്ക് ഇൻഡസ്ട്രിയിൽ അവസരം നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഒരു സൂപ്പർ താരമാണ് മലയാളത്തിലെ, ആ സൂപ്പർ താരത്തിൻ്റെ പേര് അത് ദിലീപാണ് എന്ന് ഈ മൊഴിയുടെ ഭാഗമായി നടി കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മൊഴിയുടെ ഒരു ക്രോണോളജി. അഭിലാഷ്, ഇത്തരത്തിൽ വളരെ വ്യക്തമായി ദിലീപ് തന്നോടുള്ള ശത്രുത അത് തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല സംഭവങ്ങളും ഡേറ്റ് ഇട്ട് വളരെ കൃത്യമായി തന്നെ ഈ പര്യടനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നടി കോടതിയിൽ ഇത് മൊഴിയായി നൽകിയത്. അത് കോടതി പിന്നീട് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ഈ വിധിന്യായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണല്ലോ രഞ്ജിത്ത് ഇത്രയും നൽകിയ വിവരങ്ങൾ എന്നത് ഇതേ നമ്മൾ പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളെല്ലാം നടന്നത് അടച്ചിട്ട കോടതി മുറിയിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഉന്നയിച്ച വാദങ്ങളെ സംബന്ധിച്ച പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന ഈ പോയിന്റുകൾ എന്നത് കോടതിയുടെ തന്നെ പരിഗണനയിലേക്ക് വന്ന വിഷയത്തിന്മേൽ അതിജീവിത നൽകിയിട്ടുള്ള മൊഴിയാണ്. അതായത് കോടതിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അതിജീവിത പറയുന്നത് ഓരോന്നും അക്കമിട്ട് നിരത്തി സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അവിടെ രഞ്ജിത്ത്, സ്വാഭാവികമായി ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത്രമേൽ കൃത്യമായി നൽകിയ മൊഴി എന്നിട്ടും എന്തുകൊണ്ട് ഇത് കോടതി മുഖവിലേക്ക് എടുക്കാതെ പോകുന്നു? ഇത് തന്നെ ദിലീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് ആവശ്യമായ മൊഴിയായി മാറിയിട്ടില്ലേ എന്നുള്ളതാണ് സാധാരണ ഇത്രയും കേൾക്കുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുക. ഇനി അതിൽ എന്താണ് സംഭവിച്ചത്? ഈ മൊഴികൾ ഇത്തരത്തിൽ വിചാരണ കോടതി കേൾക്കുന്നു, അതിനുശേഷം ജഡ്ജി അതിലൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തുകയാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയത്? ആ ഫൈൻഡിങ്ങിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു? ഈ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ 1790 പേജുള്ള ഈ വിധിന്യായത്തിൽ ഏതാണ്ട് 271 പേജ് മുതലാണ് ഈ വിഷയങ്ങൾ കോടതി പരാമർശിച്ചിരിക്കുന്നത്. അതിജീവ് നൽകിയ മൊഴി, അതിൽ ഓരോ PW1 എന്ന അതിജീവ് നൽകിയ മൊഴി, അതിൽ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം കോടതിയിൽ ഈ മൊഴി വിശ്വാസത്തിനെടുക്കാതിരിക്കാനുള്ള കാരണങ്ങളായി അത് ഉരുത്തിരിഞ്ഞത് ദിലീപിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിലാണ്. നമുക്കറിയാം, മൊഴി നൽകിക്കഴിഞ്ഞാൽ ഈ മൊഴി നൽകിയ ആളെ ക്രോസ് ചെയ്യുക എന്നുള്ള അവകാശം പ്രതിഭാഗം അഭിഭാഷകനുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ വാദങ്ങൾ വളരെ കൃത്യമായി ഖണ്ഡിക്കാൻ ഈ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തോടു കൂടിയാണ് അഭിഭാഷകൻ തൻ്റെ ക്രോസ് തുടങ്ങിയത്. നേരിട്ടുള്ള ചോദ്യമായിരുന്നു അത്. ഈ നേരിട്ട് ഈ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നോ, അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നേരിട്ടറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് ഈ പെൺകുട്ടി അതിജീവിത മൊഴിയായി മറുപടി നൽകിയത് മനോരമ ഓൺലൈൻ്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട വിവരം തനിക്ക് ലഭ്യമായത് എന്നാണ് പറഞ്ഞത്. അതായത് കാരണം തനിക്ക് നേരിട്ടുള്ള അറിവല്ല, അതൊരു ഓൺലൈനിന് നൽകിയ അഭിമുഖം കേട്ടപ്പോൾ താൻ മനസ്സിലായതാണ്. പക്ഷെ നമുക്കറിയാം, ആ
കത്തിൻ്റെയൊക്കെ സാങ്കത്യം പിന്നീട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഈ കത്തെഴുതി എന്ന് പറയുന്ന ബിബിൻ, ജയിലിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ബിബിന് ഇത് താൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് ഈ കത്ത് എഴുതിയത് എന്നൊക്കെ പറയുകയും ആ വാദം പൊളിയുകയും ഒക്കെ ചെയ്ത് പിന്നീട് ഈ കേസിൻ്റെ ഭാഗമായി മാറിയതാണ്. അവിടെയാണ് താൻ നേരിട്ടല്ല ഇത് അറിയുന്നത്, തനിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം അറിയാവുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലൂടെയാണ്. മറ്റൊരു പ്രധാന വിഷയമായി ക്രോസിൽ പറഞ്ഞത്, ഈ പൾസർ സുനി സ്ഥിരമായി ദിലീപിനൊപ്പം ലൊക്കേഷനിൽ വരാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിച്ചപ്പോൾ മറുപടിയായി ഈ നടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ നടി മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അതായത് സെറ്റുകളിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരും മറ്റും നടിമാരുടെയും നടന്മാരുടെയും സംരക്ഷണത്തിനായി, സെറ്റിൻ്റെ സംരക്ഷണത്തിനായി ഉണ്ടാകും. മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ദിലീപിനൊപ്പം പൾസർ സുനിയും സെറ്റിൽ വരാറുണ്ട് എന്ന്. അതും ഒരു ഹിയർസേ ആണ്, നമ്മൾ മനസ്സിലാക്കണം. നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ല, ഒരു കേട്ടുകേൾവിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കേട്ടുകേൾവി കൊണ്ട് ഈ വിഷയം കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിടത്താണ് നടിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പരാജയമുണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് തനിക്ക് മനസ്സിലായത്, തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ഇങ്ങനെ പൾസർ സുനി, ദിലീപിനൊപ്പം പൾസർ സുനി വരാറുണ്ട് എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടി മൊഴിയായി കോടതിയിൽ നൽകിയ കാര്യങ്ങൾ, അതായത് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്ക് സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ദിലീപ് പറഞ്ഞുവെന്നും ഒപ്പം അമ്മയുമായി അതായത് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അവിടെ മുറിയിൽ അവർ ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്ന മൊഴിയായി പറഞ്ഞ കാര്യം, ഒപ്പം സിനിമാ രംഗത്തെ എല്ലാവർക്കും ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം എന്ന കാര്യങ്ങളൊക്കെ ഈ മൊഴിയായി പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതൊന്നും എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയില്ല? നേരത്തെ നമുക്കറിയാം മഞ്ജു വാര്യരുടെ കേസിലും ആ മൊഴിയിലും കോടതി ചോദിച്ച അല്ലെങ്കിൽ കോടതി ആ മൊഴി അവിശ്വസിക്കാൻ പ്രധാനമായ കാരണമായത് അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇക്കാര്യം പറയാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കോടതിയെ അവിശ്വസിക്കേണ്ടി വന്നു, കോടതി മുഖവിലക്കെടുക്കാതെ ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയും ദിലീപുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന ഒരു വിഷയവും അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പങ്കുവച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് ഈ കോടതി ഈ മൊഴി അവിശ്വസിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ദിലീപ് തന്നോട് നേരിട്ട് ചോദിച്ച കാര്യമൊന്നും മൊഴിയായി കൊടുത്തൊന്നും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാമായിരുന്നു. അത് പ്രോസിക്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസായി മാറുകയും ചെയ്യും, സംശയമില്ല ആ കാര്യത്തിൽ. ഇവിടെ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡെക്കാൻ ക്രോണിക്കിൽ നൽകിയ അഭിമുഖം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഒരു നടൻ, സിനിമയിലെ വലിയൊരു നടൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്, തനിക്ക് ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ആ നല്ല റോളുകൾ തനിക്ക് കിട്ടാത്തത് ഈ നടൻ ഇടപെട്ടതുകൊണ്ടാണ് എന്ന് പറയുകയും പിന്നീട് കോടതിയിൽ ദിലീപാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രോസിൽ ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള ചോദിച്ചത് 2013-ലും 2014-ലും 2016-ലും ഒക്കെ, ഈ അഭിമുഖം 2015-ലാണ്, 2013-ലും 2014-ലും 2016-ലും ഒക്കെ നിരവധിയായ അഭിമുഖങ്ങൾ നിരവധി പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നടി. ഈ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ മലയാള സിനിമയിൽ സജീവമാകാത്തത്, നല്ല വേഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും നടൻ്റെ പേരെടുത്ത് പറയുകയോ തന്നെ സിനിമയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയോ ചെയ്യാതെ ഈ നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ദിലീപുമായി ബന്ധപ്പെട്ട വാദം വീണ്ടും പൊളിയുകയാണ്. അതിന് പ്രതിഭാഗം അഭിഭാഷകൻ ഇത്തരം അഭിമുഖങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങൾ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. അത് കോടതി മുഖവിലക്കെടുത്തു എന്നുള്ളത് ഈ കേസിൽ പ്രധാനമാണ്. മറ്റൊന്ന്, ഈ സംഭവത്തിന് ശേഷമാണ് ഹണീബി എന്ന സിനിമ, ഒപ്പം ആദം എന്ന ഫിലിം. ആദം എന്നത് പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. ഹണീബി നമുക്കറിയാം, ജീൻ പോൾ ലാൽ, സംവിധായകൻ ലാലിൻ്റെ മകൻ ലാലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ രണ്ട് സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകന് കോടതിയിൽ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ രണ്ട് സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചല്ലോ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ദിലീപ് തൻ്റെ അടുപ്പക്കാരെ വിളിച്ചിട്ട് നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഉന്നയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ നടി പറഞ്ഞ വാദങ്ങളും പൊളിയുകയാണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി ക്രോസുകൾ ഉണ്ടാവുകയും ഈ ക്രോസിൽ വളരെ കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ഒപ്പം പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ചില മറുപടികൾ നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ ക്രോസ് എക്സാമിനേഷനിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിക്കാൻ, ഈ മൊഴിയൊക്കെ പൊളിക്കാൻ പ്രതിഭാഗ അഭിഭാഷകന് സാധിക്കുകയും അത് വളരെ കൃത്യമായി ഈ വിധിന്യായത്തിൽ കോടതി രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അഭിലാഷ്.
ഈ അമ്മ എന്നത് താരസംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അമ്മയിലെ മറ്റു താരങ്ങളുടെ മൊഴികൾ, ആ മൊഴികൾ എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ ആ മൊഴികളെ എങ്ങനെയാണ് കോടതി നിരീക്ഷിച്ചത് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ അമ്മയിലെ താരങ്ങളുടെ മൊഴിമാറ്റം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മൊഴിമാറ്റങ്ങൾ ദിലീപിന് അനുകൂലമായി മാറി എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഗൂഢാലോചനയെ സംബന്ധിച്ച് പല താരങ്ങളും നൽകിയിട്ടുള്ള മൊഴി എന്നത് തങ്ങൾക്കതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ഈ കേസിൽ ആകെ ഏതാണ്ട് 28 പേർ ആണ് മൊഴി മാറ്റിയിട്ടുള്ളത് എന്നതാണ്. അത് പൂർണ്ണമായും സിനിമാ താരങ്ങൾ അല്ല എന്നതുകൂടി സൂചിപ്പിക്കട്ടെ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ദിലീപിനെ ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ പട്ടികയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായും മൊഴി മാറ്റിയവരിൽ ഇടവേള ബാബുവുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, സിദ്ദിഖുണ്ട്, ഭാമയുണ്ട്, കാവ്യ മാധവൻ, നാദിർഷ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതായി ഈ വിധി പ്രസ്താവത്തിൽ മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മഞ്ജുഷ് ഗോപാലാണ്. മഞ്ജുഷ്, അങ്ങേറ്റം സങ്കീർണമായ വാദപ്രതിവാദങ്ങൾ, ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക എന്നത് തന്നെ ഏറെ പ്രയാസകരമാകുന്ന സാഹചര്യമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 1700 പേജുള്ള ഒരു വിധി പ്രസ്താവം എന്ന് പറയുമ്പോൾ തന്നെ ആ വിധി പ്രസ്താവം തയ്യാറാക്കുന്നത് എത്രത്തോളം ശ്രമകരമാണ്. അതിൽ ഒന്നാം വിറ്റ്നസ് മുതൽ 261 വിറ്റ്നസ്സുമാർ, തെളിവുകൾ, ഇതെല്ലാം ഒരൊറ്റ ബ്രെയിനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിലെ പിഴവുകളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം അതാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ അപ്പീൽ കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റുകളിൽ പിഴവുകൾ ഉണ്ടാകും എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ അപ്പീൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴിതാ ഈ അമ്മയിലെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള താരങ്ങൾ നൽകിയിട്ടുള്ള മൊഴികൾ, അതിനുശേഷം അവരുടെ മൊഴിമാറ്റം, അതൊക്കെ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിഫലിച്ചത് മഞ്ജു? നമ്മൾ അമ്മയിലെ താരങ്ങൾ അതിജീവിതയ്ക്കെതിരെ മൊഴി നൽകി എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും അമ്മ പറയാറുള്ളത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള കാര്യമാണ്. അതേസമയം മുൻപ് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദിലീപിനായി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം. അന്നത് വലിയ വിവാദമായതാണ്. പക്ഷേ ഈ ട്രയൽ നടന്ന സമയത്തൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും അമ്മയിലെ താരങ്ങൾ ദിലീപിന് അനുകൂലമായാണ് മൊഴി നൽകിയത്. നിർണായകമായി മാറുകയായിരുന്നു അവരുടെ മൊഴികൾ. അത് ഗൂഢാലോചന തെളിയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മോട്ടീവ് തെളിയിക്കുന്ന കാര്യത്തിലും അതിനിർണായകമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞത് അതിജീവിതയുടെ മൊഴിയാണ്. ആ അതിജീവിതയുടെ മൊഴിയെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മൊഴികൾ അമ്മയിലെ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞത്, ഇടവേള ബാബുവിന്റെ കാര്യം പറഞ്ഞത്, കാവ്യ മാധവന്റെ കാര്യം പറഞ്ഞത്. ഇവർ മാത്രമല്ല മറ്റുള്ള ആളുകളും ഉണ്ട്. ഇതിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന് പോരാടിയവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഞ്ജു വാര്യരുടെ മൊഴിയാണ്. അവർ മൊഴി മാറ്റിയിട്ടില്ല ഒരു ഘട്ടത്തിലും. അതുപോലെ തന്നെ സംയുക്ത വർമ്മയുടെ മൊഴി, അതിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഗീതു മോഹൻദാസിന്റെ മൊഴി, അതിലും ഒരു മാറ്റമില്ല. പിന്നെ അതിജീവിതയുടെ മൊഴി. ഇത്രയും പേർ ഒരേ സ്വരത്തിൽ നിന്ന് പോരാടിയെങ്കിലും പരാജയപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത് അതിൽ പല കാരണങ്ങളുണ്ട്. പല സാക്ഷികളും ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയവരാണ്. അത് ഗൂഢാലോചനയുടെ കാര്യത്തിലും പ്രേരണയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അമ്മയിലെ ഈ താരങ്ങൾ ദിലീപിന് അനുകൂലമായും അതിജീവിതയുടെ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ടും മൊഴി നൽകിയത് ഈ കേസിൽ പരമപ്രധാനമായ കാര്യമായി എന്നതിൽ സംശയമില്ല. നമുക്ക് ഓരോന്നും എടുത്തു വെച്ച് പരിശോധിക്കാം. ആദ്യമായി ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിലേക്ക് ആവശ്യമായ ഒരു മോട്ടീവ് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ ആ മോട്ടീവ്, അതായത് എന്താണ് ഇതിനുള്ള പ്രേരണ, ദിലീപിനുണ്ടായ പ്രേരണ എന്താണ് എന്ന കാര്യം തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായും ആശ്രയിച്ചത് അതിജീവിതയുടെ മൊഴിക്ക് പുറമെ മഞ്ജു വാര്യരുടെ മൊഴിയായിരുന്നു. മഞ്ജു വാര്യരാണ് നിർണായകമായ ആ മൊഴി നൽകിയത്. അതായത് അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന്. അതായത് അതിജീവിത കാവ്യ മാധവനും ദിലീപുമായിട്ടുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറയുകയും അങ്ങനെ ദിലീപിന് അതിജീവിതയോട് ശത്രുത ഉണ്ടാവുകയും അങ്ങനെ അത് പൾസർ സുനിയിലേക്ക് ഒരു കൊട്ടേഷൻ വരികയും ചെയ്തു എന്നുള്ളതാണല്ലോ. പക്ഷേ അവിടെ മഞ്ജു വാര്യർ നൽകിയ മൊഴിയും അതിജീവിത നൽകിയ മൊഴിയും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരായ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും നൽകിയ മൊഴിയും ഒരേപോലെ തന്നെയാണ് വന്നത്. പക്ഷേ അവിടെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഇതേ മൊഴികൾ കൊടുത്തിട്ടില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു എന്ന കാര്യം ശരിയാണ്. പക്ഷേ അതിനും പുറമെ
പുറമെ അവിടെ മറ്റുള്ളവർ ഇപ്പോൾ ദിലീപിന് അതിജീവിതയുമായി ശത്രുതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ നൽകിയ മൊഴികൾ, ആ മൊഴിയെ സാധൂകരിക്കണമെങ്കിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ ചില മൊഴികളാണ്. അതായത് കാവ്യ മാധവനും അതിജീവിതയും ദിലീപും ഒന്നിച്ച് അമേരിക്കൻ യാത്രയും അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രയും നടത്തിയ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് താരങ്ങളുടെ മൊഴി അതിൽ അതിനിർണായകമായിരുന്നു. പക്ഷേ അവരാരും ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബസ്സിൽ വെച്ച്, താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി. അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് തനിക്കും കാവ്യയ്ക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യരോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല. ഞാനങ്ങനെ മാറ്റി പറയില്ല, അത് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും, അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി നൽകിയിട്ടില്ല. അതായത് ദിലീപ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്നത് തങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം നമുക്ക് പറയാവുന്നത് അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചനയാണ്. അബാദ് പ്ലാസയിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ മാത്രമല്ല മോട്ടീവ് തെളിയിക്കുന്നതിലും ഏറ്റവും പ്രധാനമാണ്. ഈ രണ്ട് കാര്യവും തെളിയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബാദ് പ്ലാസയിലെ 410-ാം മുറിയിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടു, കൊട്ടേഷൻ ഉറപ്പിച്ചു, 1.5 കോടിയുടെ എന്നുള്ള കാര്യമാണ്. എന്തിന് അങ്ങോട്ട് പൾസർ സുനിയെ ദിലീപ് വിളിച്ചു വരുത്തി എന്നിടത്താണ് ഇതിനുള്ള മോട്ടീവ് പറയുന്നത്. അതായത് അമ്മയുടെ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് അതിജീവിതയും ദിലീപും തമ്മിൽ പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ കാവ്യ മാധവനും അതിജീവിതയും തമ്മിൽ വഴക്കുണ്ടായി. കാവ്യ മാധവൻ കരഞ്ഞു. അവിടെ സിദ്ദിഖ് ഇടപെട്ട് താക്കീത് ചെയ്തു അതിജീവിതയെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ അതിനു മുൻപ് ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞത് അതിജീവിത തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. ഇവിടെയൊക്കെ നിർണായകമാകേണ്ടിയിരുന്നത് ആരുടെ മൊഴികളാണ്? അമ്മയിലെ ഇതേ താരങ്ങളുടെ, ഒട്ടുമിക്ക താരങ്ങളും അന്ന് ആ റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു മൊഴി വന്നില്ല? സിദ്ദിഖ് മൊഴി മാറ്റുകയായിരുന്നു. ഹോസ്റ്റലായി മാറുകയാണ് ഉണ്ടായത്, താൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം പറയുന്നു. ഇടവേള ബാബുവും ഓർക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ മറ്റുള്ള താരങ്ങളും അതേ രീതിയിലുള്ള മൊഴി തന്നെ. അത് റിമി ടോമിയുടെ കാര്യം പോലുമുണ്ട്. റിമി ടോമി ഇങ്ങനെ ഒരു പ്രശ്നം വിദേശത്ത് വെച്ച് നടന്നിട്ടില്ല, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുമാത്രമല്ല കാവ്യ മാധവനും അതിജീവിതയും റിമി ടോമിയും ഒന്നിച്ച് താമസിച്ചിരുന്ന മുറിയിലേക്ക് ദിലീപ് വന്നു എന്നുള്ള കാര്യവും അവിടെ നടന്ന സംഭവം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും റിമി ടോമി പറയുന്നു. അങ്ങനെ ഇതെല്ലാം ദിലീപിന് അനുകൂലമായ വാദങ്ങളായി വരികയാണ്. പ്രേരണ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അബാദ് പ്ലാസയിലേക്ക് വരികയാണെങ്കിൽ പൾസർ സുനിക്ക് അബാദ് പ്ലാസയിൽ വരാൻ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മയിലെ താരങ്ങൾ മൊഴി നൽകിയത്. കാരണം അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല. അവിടെ താരങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു റിഹേഴ്സൽ ക്യാമ്പാണ്. അങ്ങോട്ട് മറ്റുള്ള ആളുകൾക്ക് പുറത്തു നിന്ന് ഡ്രൈവർ പോലുമാണെങ്കിൽ പോലും അങ്ങോട്ട് വരാൻ പറ്റുകയേ ഇല്ല എന്നുള്ള കാര്യമാണ് താരങ്ങൾ പറഞ്ഞത്. ഇനി ഈ താരങ്ങളുടെ അനുമതിയോടുകൂടി ആർക്കെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും സിദ്ദിഖ് പറഞ്ഞത്, ആ റിഹേഴ്സൽ ക്യാമ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സിദ്ദിഖ് പറഞ്ഞത് അങ്ങനെ പറ്റുകയില്ല എന്നുള്ളതായിരുന്നു. അത് അടച്ചിട്ട മുറിയിലായിരുന്നു, അവിടെ പുറത്തു നിന്നുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ അവസാനം പ്രോസിക്യൂഷൻ അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി ആശ്രയിച്ചത് 120-ാം നമ്പർ വിറ്റ്നസിനെയാണ്. അതായത് പൾസർ സുനിയുടെ സുഹൃത്ത് എന്ന ഒരാളിനെയാണ്. ആ സുഹൃത്താണ് മൊഴി നൽകിയത്. അബാദ് പ്ലാസയിലേക്ക് പൾസർ സുനി പോകുന്നത് കണ്ടു, ഈ സ്റ്റേജ് ഷോയ്ക്കുള്ള ടിക്കറ്റ് തരപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. പക്ഷേ അകത്തേക്ക് പോയയാൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ തന്നോട് പൊക്കോളം പറഞ്ഞു, അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ അത്യാവശ്യ കാര്യങ്ങളാണ് ഗൂഢാലോചനയായിട്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത് കോടതിയിൽ. പക്ഷേ ആ മൊഴി വിശ്വസിക്കുവാൻ കോടതി തയ്യാറായില്ല. കാരണം വൈകി ചേർത്ത ഒരു സാക്ഷിയായിരുന്നു അയാൾ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന താരങ്ങളായിരുന്നു അവിടെ നിർണായകമായിട്ട് മൊഴി നൽകേണ്ടിയിരുന്നത്. പക്ഷേ അവരാരും ദിലീപിനെ എതിർത്തുകൊണ്ടുള്ള ഒരു മൊഴി നൽകിയില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ, അതായത് അതാണ് അമ്മയുടെ മൊഴിമാറ്റം എന്ന് തന്നെ ഇതിന് പറയാം. അമ്മയിലെ താരങ്ങൾ ദിലീപിന് അനുകൂലമായി മൊഴി നൽകുകയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മഞ്ജു വാര്യർ തുടക്കത്തിൽ നൽകിയിരുന്ന ഈ മൊഴി, അതുപോലെ തന്നെ അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴി, അതിജീവിതയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അതുപോലെ അതിജീവിതയെ അനുകൂലിച്ചിരുന്ന
നടിമാർ അവർ നൽകിയ മൊഴി ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴിയായിട്ട് നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിക്കളഞ്ഞത്. ആ കാര്യം ഓരോ മൊഴിയിലും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു.